സ്തോത്രം. ദൈവത്തിന് നമുക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. 50-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഭൂമിയെ വിളിക്കുന്നു. അതെ ദൈവമക്കളെ, നമ്മുടെ ദൈവം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഭൂമിയെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്? ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെ വിട്ട് ദൂരെ മാറിപ്പോകാതെ ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവഹിതത്തിനായി സമർപ്പിക്കുവാൻ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നാം വിളി കേൾക്കാതെ മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ശമൂവേൽ ബാലനായിരുന്നപ്പോൾ അവൻ ദൈവാലയത്തിൽ വിളക്ക് കിടന്നതിന് മുൻപേ ചെന്ന് കിടക്കുമായിരുന്നു എന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം കർത്താവ് രാത്രി ശമൂവേലിനെ വിളിച്ചു. 1 വിളിച്ചു, 2 വിളിച്ചു. അവൻ ആരെ വിളിച്ചത് എന്ന് മനസ്സിലായില്ല. ഏലിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ദൈവശബ്ദം കേട്ടിരുന്ന ഏലിക്ക് മനസ്സിലായി, ഇവനെ വിളിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഏലി ശമൂവേലിനോട് പറഞ്ഞു, മോനെ, ഇനിയും നിന്നെ വിളിച്ചാൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്രകാരം ദൈവ വിളി കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന് പറഞ്ഞു. ദൈവ ശബ്ദം പ്രവാചകനായ ശമൂവേലിന് ദൈവം കൊടുത്തതായി നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഏലിയുടെ കുടുംബത്തെക്കുറിച്ചും അവൻ്റെ തലമുറകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അന്ന് രാത്രിയിലും ശമൂവേൽ ബാലനോട് ദൈവം സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ, ദൈവത്തിൻ്റെ വിളി കേട്ടാൽ ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ, എന്നോട് അരുളി ചെയ്യണമേ, എന്നോട് പറയണം എന്ന് പറഞ്ഞാൽ ദൈവം വാസ്തവമായി നമ്മോട് പറയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഏത് വിഷയങ്ങൾ കൂടി, ഭാരങ്ങൾ, വേദനകൾ കൂടി കടന്നു പോകുമ്പോൾ, പല ശബ്ദങ്ങളും കേട്ട് നാം അടുത്ത് പോകുമ്പോൾ, ശമൂവേലിനെ വിളിച്ചതുപോലെയുള്ളൊരു വിളി കേൾക്കുവാൻ കർത്താവേ എന്നെ സമർപ്പിക്കുന്നു, എന്നോട് ഒന്ന് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കും, അവൻ അരുളി ചെയ്യും. അത് ഏത് വിഷയമായിരുന്നാലും മറയ്ക്കാതെ വണ്ണം സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, എൻ്റെ സഹോദര സഹോദരി, ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളോട് അരുളി ചെയ്യണമേ. അവിടുത്തെ ശബ്ദം വേറെ ശബ്ദമാണ്. ആ ശബ്ദത്തിന് മുൻപാകെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം. രക്ഷകൻ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ.